എനിക്ക് യൂസി എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. നമ്മുടെ കുടലിൻ്റെ ഫസ്റ്റ് ലെയറിനെയാണ് ബാധിക്കുക. അപ്പോൾ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ പാളി ഇളകിപ്പോവും. എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കെയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സി ഡി ഇറങ്ങിയ സമയത്ത് സ്ട്രീറ്റിൽ പായരിച്ചിരുന്നിട്ട് സി ഡി വിറ്റുകൊണ്ടിരുന്ന ആളാണ്. കുറച്ച് ഇമോഷണലി ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. പോലീസ് വരുമ്പോൾ എടുത്തോണ്ട് ഓടണം. സ്ട്രീറ്റ് ബിസിനസ്സുകാർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് സർവൈവ് ചെയ്യുക. ആ ഏരിയയിൽ തന്നെ പുള്ളി വീട് വാങ്ങി വെച്ചു. ഈ ഒരു സ്ട്രീറ്റ് ബിസിനസ്സിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത് പഠിച്ചത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. ലോണിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയത്, മുനിസിപ്പൽ ലൈസൻസിന് പോയത്, ഇതിലൊന്നും എൻ്റെ ഹസ്ബൻഡോ അച്ഛനോ എന്നെ സഹായിച്ചിട്ടില്ല. നാളെ അച്ഛനോ നമ്മുടെ ഹസ്ബൻഡോ ഇല്ലാത്ത ഒരു സമയത്തും നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എൻഡ് ടു എൻഡ് പ്രോസസ്സ് നമ്മൾ തന്നെ ചെയ്ത് ശീലിച്ച് മുന്നേക്ക് പോകണം. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് പ്രോസസ്സ് വരുന്നതും ക്യൂൻസ് ബിസിനസ് ഗ്ലോബലിനെ കുറിച്ച് ആലോചിക്കുന്നതും. ഇപ്പോൾ ഒരു ചെറിയ ശരീരമുള്ള ആളായതുകൊണ്ട് തന്നെ ആസ് എ ലീഡർ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഉണ്ടായ അസുഖം വന്നത് നന്നായെന്ന് വരെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ കയറാൻ നിൽക്കുക. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ സ്റ്റേജിൽ വന്നിട്ട് സെക്കൻഡ് റണ്ണർ ക്രൗൺ വെക്കുമ്പോൾ ആ ചേട്ടൻ എൻ്റെ നേരെ മുന്നിൽ വന്നിരിക്കണ്ടേ. അസുഖം വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ആഗ്രഹത്തോടെ ജീവിക്കണം എന്ന് തോന്നിയതും എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും ദിവസം വൃത്തിയായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ഫീൽ വന്നത്. സംരംഭകയും മോട്ടിവേഷണൽ സ്പീക്കറും മോഡലും എല്ലാത്തിനും ഉപരി ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ വലിയൊരു ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമിന്റെ ഉടമയും കൂടിയായ സന്ധ്യ രാധാകൃഷ്ണനാണ് ഇന്ന് ലൈഫ് ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ സന്ധ്യ രാധാകൃഷ്ണൻ എന്ന പേര് കേട്ടിട്ടുണ്ടാവും. കോവിഡ് സംരംഭകയാക്കിയ ഒരുപാട് ആളുകൾ ഒരാൾ കൂടിയാണ് സന്ധ്യ. ഏത് പോയിന്റിൽ നിന്നാണ് സന്ധ്യക്ക് ഒരു സംരംഭകയാകണം എന്നൊരു തോന്നലുണ്ടായത്? ശരിക്കും എൻ്റെത് ആക്സിഡൻ്റൽ ഓൺടർപ്രണർഷിപ്പാണ്. ഞാൻ 7-8 വർഷം HR ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. പല ഫേംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IT വർക്ക് ചെയ്തിട്ടുണ്ട്, UST ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിൽ. മീഡിയയിൽ നമ്മുടെ അമൃത TVയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം VR അഷുറൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ HR ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് റിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം കല്യാണം കഴിച്ച് കൊടുങ്ങല്ലൂർ വരുമ്പോഴാണ് കോവിഡ്, പ്രഗ്നൻസി, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ ഒരു കുറച്ചധികം ആക്ടിവിറ്റീസ് കൊണ്ട് ഞാനൊരു എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ജോലിക്ക് പ്രവേശിച്ച ഒരാളാണ്. അപ്പം ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു കാലയളവ് വരെ. അപ്പോൾ അങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കേണ്ട ഒരു സമയം പിന്നീട് വരുന്നത് നമ്മുടെ കോവിഡ് കാലത്താണ്. അപ്പോൾ അങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആ ഒരു സമയത്ത് ആണ് സംരംഭം തുടങ്ങുന്നത്. പക്ഷെ സംരംഭം എൻ്റെ ബ്ലഡിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആക്സിഡൻ്റൽ ആണെന്നും പറയാൻ പറ്റില്ല നമുക്ക്. നിങ്ങൾ നേരത്തെ HR മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ജോലിയൊക്കെ വിട്ട് ഈ മേഖലയിലേക്ക് വന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് ഒബ്വിയസ്ലി ഞാൻ എനിക്ക് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും, ഡോക്ടറിനെ കാണേണ്ടി വരും, അപ്പോൾ ലീവ് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അപ്പം 6 മാസമായിട്ടുള്ളായിരുന്നു എൻ്റെ ബേബിക്ക്. അപ്പം എന്തായാലും കുഞ്ഞിനെ നോക്കാനുള്ള ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കണം. പിന്നെ ആരോടും ലീവ് ചോദിക്കേണ്ടി വരരുത്. നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോലി ആയിരിക്കണം. പിന്നെ സാലറി നമ്മൾ പറയുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യണമെങ്കിൽ ബിസിനസ്സിൽ പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡും ബിസിനസ്സാണ്, അച്ഛനും ബിസിനസ്സാണ്. അപ്പോൾ ബ്ലഡിൽ ബിസിനസ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈം അപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ ആ ഒരു കീ പോയിന്റ് അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നെഗറ്റീവ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കീ പോയിന്റ് അതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു സന്ധ്യയെ നെഗറ്റീവാക്കി ആ ഒരു അസുഖം എന്തായിരുന്നു? എനിക്ക് യൂസി എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. നമ്മുടെ കുടലിൻ്റെ ഫസ്റ്റ് ലെയറിനെയാണ് ബാധിക്കുക. അപ്പോൾ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ പാളി ഇളകിപ്പോവും. അപ്പോൾ നമ്മളുടെ ഫുഡ് അബ്സോർപ്ഷൻ ലെവൽ കമ്മിയാവും. പിന്നെ അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു കോളൻ ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുടൽ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് 6 മാസം കൂടുമ്പോൾ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എപ്പോഴും പോസിറ്റീവായിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കെയർ ചെയ്തെടുക്കാൻ പറ്റും. പറഞ്ഞത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഈ 5 വർഷമായിട്ട്
ഞാനിങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നോണ്ടായിരിക്കും ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ആ അസുഖത്തിൻ്റെതായ യാതൊരു സിംറ്റംസും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ് എന്നൊരു ഐഡിയ വരുന്നത്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് സന്ധ്യ പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ത്രെഡിൽ ആളുകളുടെ ചിത്രങ്ങൾ തുന്നി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് സംരംഭം എന്നൊരു രീതിയിൽ തുടങ്ങിയത്? ആദ്യം ഞാൻ ചുമർ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ഉം. അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനൊരു ബോൺ അല്ലെങ്കിൽ ലേൺഡ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നി. പിന്നീട് ഞാൻ ബോട്ടിൽ ആർട്സ്, അന്ന് ക്ലേയിൽ ബോട്ടിൽ ബോക്സ് ചെയ്യുന്നത് ഭയങ്കര ക്ലിക്കായിരുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലേ ആർട്ട് ചെയ്തു. അതിപ്പോൾ ഞാൻ ആദ്യത്തെ വർക്ക് ചെയ്തപ്പോൾ തന്നെ അത് സോൾഡ് ഔട്ട് ആയി. അങ്ങനെ ഞാനൊരു 10, 25 വർക്ക് ചെയ്തത് ഫുൾ സോൾഡ് ഔട്ട് ആയതിനു ശേഷമാണ് ഞാനിങ്ങനെ എംബ്രോയിഡറി ആർട്ടിസ്റ്റുകളെ കാണുന്നതും അതിൽ ഇൻസ്പയർ ആയിട്ട്. കാരണം ഞാൻ യൂട്യൂബിൽ പോയിട്ടൊരു 100 സ്റ്റിച്ചസ് പഠിച്ചു. പഠിച്ചതിന് ശേഷം മുമ്പേ ഞാൻ +2 വെക്കേഷനെ ഈ പറയുന്ന പോലെ എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും അതിൽ നിന്ന് തന്നെ ഏണിങ് ഉണ്ടാക്കാനും ഒക്കെ അന്നേ പ്രാപ്തയായ ഒരാളായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അമ്മ കുഞ്ഞിൽ എംബ്രോയിഡറി ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടു പഠിച്ചിട്ടുള്ള പരിചയമുണ്ട്. അങ്ങനെയാണ് പോർട്രേറ്റ്സ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയതും. അപ്പോൾ അങ്ങനെ അതൊരു പാഷൻ കം പ്രൊഫഷനായി മാറി ആ സമയത്ത്. ഏറ്റവും കൂടുതൽ ത്രെഡ് പെയിന്റിംഗ് ചെയ്ത ഒരാളെന്ന നിലയിലാണ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. 250 ഫേസസ്, 150 വർക്ക്സ് 1 ഇയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നീട് ഒരു ബിസിനസ് ആക്കി മാറ്റിയില്ലേ? അതെ, അതാണ് പിന്നീട് നമ്മൾ ഒരു എന്തുകൊണ്ട് ഇതൊരു എനിക്ക് തോന്നി ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു സർക്കംസ്റ്റൻസിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കില്ലും കൂടി മാൻഡേറ്ററി ആണ്. നമ്മളുടെ മാസ്റ്റർ ഡിഗ്രിയേക്കാൾ എബോ നമുക്ക് ഇങ്ങനെ ഒരു സ്കില്ല് വേണം എന്നുള്ള തിരിച്ചറിവ് വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതൊരു ബിസിനസ് ആക്കി മാറ്റാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് നമ്മളുടെ ആരോഗ്യം കൂടെ നോക്കിക്കൊണ്ടുള്ള ഒരു ഒരു കാര്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് അത് ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് വളർന്നത് എങ്ങനെയാണ്? ഞാനത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും എനിക്ക് ഈ പറയുന്ന ഒരു ഹൈപ്പ് കിട്ടിയിരുന്നു. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടിയിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ബ്രേക്ക് ദ സ്റ്റീരിയോ ടൈപ്പ് ആക്ടിവിറ്റീസ് കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. മോഡലിംഗ് വർക്ക്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് കോവിഡ് സമയത്ത് സക്സസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്ത ഓൺടർപ്രണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈപ്പ് കിട്ടി തുടങ്ങി. ആ സമയത്ത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാല്. ഫാദർ എന്ന് വെച്ചാല് ഞാൻ ചെറുപ്പം മുതല് അച്ഛൻ പല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ബിസിനസ് തുടങ്ങുന്നത് അമ്മ പഠിച്ചിരുന്ന സ്കൂള്, 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിന്റെ ഫ്രണ്ടിൽ 2 രൂപയുടെ പെൻസിലായിരുന്നു അന്ന് ട്രെൻഡിങ്. അപ്പൊ ആ 2 രൂപയുടെ പെൻസിൽ വിറ്റുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അച്ഛന് ഫിനാൻഷ്യലി 1 രൂപ പോലും ഇതില്ല, ബാക്കപ്പ് ഇല്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നല്ല. അപ്പൊ അവര് സ്റ്റാർട്ട് ചെയ്തത് സീറോ ബഡ്ജറ്റിൽ നിന്നാണ് അവര് ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അച്ഛൻ ഇത്ര 35 വർഷങ്ങൾക്ക് മുമ്പാണ്, ആലോചിച്ച് നോക്കണം, ഓരോ സമയത്തും വരുന്ന ട്രെൻഡിനനുസരിച്ച് ബിസിനസ് മാറ്റിയ ആളാണ്. ആദ്യം പെൻസിൽ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഈ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു അച്ച് ട്രെൻഡിങ് ആയി വന്നു. പിന്നെ പുള്ളി അതിലേക്ക് മാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിലും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ CD ഇറങ്ങി. CD ഇറങ്ങിയ സമയത്ത് സ്ട്രീറ്റിൽ പായരിച്ചിരുന്നിട്ട് CD വിറ്റുകൊണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അച്ഛൻ ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ഓടി വീട്ടിൽ വരും. കുറച്ച് ഇമോഷണലി ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. പോലീസ് വരുമ്പോൾ എടുത്തോണ്ട് ഓടണം. സ്ട്രീറ്റ് ബിസിനസ്സുകാർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് സർവൈവ് ചെയ്യുക. അത് കഴിഞ്ഞപ്പം ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ട്രെൻഡായി തുടങ്ങി. അങ്ങനെ പുള്ളി ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്ത് വിൽക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് നമ്മുടെ പബ്ലിക് ഓഫീസ്, ട്രിവാൻഡ്രം പബ്ലിക് ഓഫീസും വാട്ടർ അതോറിറ്റിയും സംരംഭകർക്കൊരു സ്ഥലം കൊടുക്കും അവരുടെ ക്യാൻറ്റീൻ്റെ അവിടെ. അപ്പോൾ അവിടെ നമുക്ക് സാധനങ്ങൾ ഇട്ടിട്ട് വിൽക്കാം. അങ്ങനെ പുള്ളി അവിടെ സാധനം ഇട്ട് വിറ്റതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് പുള്ളി ഒരു ഞങ്ങൾ 10-15 വർഷം വാടകയ്ക്ക് താമസിച്ചാണ്. ആ ഏരിയയിൽ തന്നെ പുള്ളി വീട് വാങ്ങി വെച്ചു. ഈ ഒരു സ്ട്രീറ്റ് ബിസിനസ്സിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. അതിനുശേഷം പുള്ളി ഷോപ്പ് തുടങ്ങി. ഇപ്പൊ പുള്ളിക്ക് 2 ഷോപ്പുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു ഷോപ്പുണ്ട്, എനിക്കൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം വാഹനങ്ങളും. ഞങ്ങളെ 3 പേരെയും സെറ്റിൽ ചെയ്തത് പുള്ളിയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതൽ തന്നെ എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ലൈഫ് ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു.
അപ്പോൾ നമുക്കറിയാം സർവൈവലിന്റെ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. സീറോ ബഡ്ജറ്റിൽ നിന്ന് എങ്ങനെ ബിസിനസ് തുടങ്ങാം, ട്രെൻഡിനനുസരിച്ചിട്ട് എങ്ങനെ ബിസിനസ് മാറ്റാം, എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത് പഠിച്ചത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു കീ എന്താ പറയാ, അതിനൊരു കീ, ഒരു ജനറ്റിക് സംഭവം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കും. അത് കറക്റ്റ് സമയത്ത് അതിന്റെ ഒരു സ്കില്ല് നമുക്ക് ഒന്ന് അപ്പായി കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ശേഷം സന്ധ്യ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് സാൻഡി സോയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പേര്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ സ്ത്രീകൾ സംരംഭം തുടങ്ങുമ്പോൾ എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമായിരുന്നു, ഇപ്പോ നമ്മളുടെ എന്താ പൂർവികർ ഉണ്ടാക്കി വെക്കുന്ന ഒരു പേരിന്റെ അണ്ടറിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല ഞാൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബേസിക് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. നാളെ സന്ധ്യ രാധാകൃഷ്ണന്റെ അവരുടെ ഷോപ്പിന്റെ പേര് സിയ കട്ടൻസ് ആണ്. സിയ കട്ടൻസിന്റെ ലേബലിൽ തുടങ്ങിയിട്ട് അച്ഛന്റെ ഒരു ലേബലിൽ സർവൈവ് ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല ഞാൻ. അപ്പൊ ഞാൻ സാൻഡി സോയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിൽ തന്നെ ലോണിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയത്, മുനിസിപ്പൽ ലൈസൻസിന് പോയത്, ഇതിലൊന്നും എൻ്റെ ഹസ്ബൻഡോ അച്ഛനോ എന്നെ സഹായിച്ചിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും വ്യവസായ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിൽ പോയി ആ POC കാണുന്നത് മുതൽ ഷോപ്പിലെ സാധനങ്ങൾ സ്റ്റോക്ക് കയറ്റാൻ പോലും എനിക്ക് ആരും ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആ സമയത്ത് തിരക്കായിരുന്നു. ആള് ഇടയ്ക്ക് വരും, ഹെൽപ്പ് ചെയ്യും, പോകുന്നല്ലാതെ ഫുൾ സ്റ്റോക്ക് അടുക്കി വെച്ചത് വരെ ഞാനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് എൻ്റെ പ്രോസസ്സ് നമ്മൾ പഠിച്ചെടുക്കും. നമ്മളൊരു അച്ചീവ്മെന്റ് നേടിയിട്ട് ആ ചെയറിലിരിക്കുമ്പോൾ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഇത് വരില്ല. കാരണം എനിക്ക് പറയാം, ഞാനാണ് എൻ്റെ ബിസിനസ് ഈ ഒരു ലെവലിലേക്ക് അപ്പാക്കി എടുത്തത് എന്ന്. അത് മാത്രമല്ല, അതൊരു സർവൈവലിന്റെ ഭാഗം കൂടിയാണ്. നാളെ അച്ഛനോ നമ്മുടെ ഹസ്ബൻഡോ ഇല്ലാത്ത ഒരു സമയത്തും നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എൻഡ് ടു എൻഡ് പ്രോസസ്സ് നമ്മൾ തന്നെ ചെയ്ത് ശീലിച്ച് മുന്നേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈഫ് ലോങ് അവർക്ക് അവരുടേതായ ജോലികളുണ്ട്. ഞാനൊരു ബിസിനസ് തുടങ്ങി അതിന്റെ ബാധ്യത അവരെ ഏൽപ്പിച്ച് അവരതിൽ ഇന്റർഫിയർ ചെയ്ത് അത് ഭയങ്കര മെസ്സാവുന്നതിനേക്കാളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് അവിടെ സെല് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഉള്ളത് സോഫ്റ്റ് ഡെക്കേഴ്സ് ആണ്. നമ്മൾ ത്രെഡ് പെയിന്റിങ്ങിന് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ഒക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാം നോർത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ജൂട്ട് ബാഗ്സ് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ നിന്ന് വരുന്ന ബെഡ്ഷീറ്റ്സുകൾ, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ദുപ്പട്ടാസ്, അങ്ങനെ മീഡിയേറ്റേഴ്സ് ഇല്ലാത്ത ബംഗാളിൽ നിന്ന് വരുന്ന വീവേഴ്സിന്റെ സാരീസ്, അങ്ങനെ മീഡിയേറ്റേഴ്സ് ഇല്ലാതെ യുണീക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംരംഭം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്നപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ സന്ധ്യയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. എത്തരത്തിലാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്? എന്ത് തരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കും സന്ധ്യ ഫേസ് ചെയ്തിട്ടുണ്ടാവുക? ആസ് ആൻ ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ സ്ത്രീയെ അറിയാലോ, 99% മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ് മാഗസൈൻസിന്റെ ഇവന്റ്സിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പല ഓണ്ടർപ്രണേഴ്സ്, വിമൺ ഓണ്ടർപ്രണേഴ്സ്, ഇപ്പൊ രൂപ ജോർജ് ആയാലും ഷീലാൻഡി ആണെങ്കിലും അവരുടെയൊക്കെ സ്പീച്ച് നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് ഇൻസ്പയർ ആവും, നമുക്ക് കുറെ ടിപ്സ് ഒക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവരുടെയൊക്കെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, സ്ത്രീകൾ മാത്രം സർവൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയില്ല എങ്കിൽ പുറത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അത് മാത്രമല്ല, ഞാൻ അറിയുന്ന ഒരു ഓൺലൈനിൽ ബിസിനസ് തുടങ്ങിയ 99% ആൾക്കാരും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 10,000 രൂപ കയ്യിലുണ്ട്, അത് വെച്ചൊരു ബിസിനസ് തുടങ്ങുന്നു. പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് റോൾ ചെയ്ത് മുന്നേക്ക് പോകുന്നതാണ്. ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ല, ഇവർക്ക് ചിലപ്പോൾ ലോണ് പോലും കിട്ടണമെന്നില്ല. കാരണം ലോണ് കിട്ടണമെങ്കിൽ ഇപ്പൊ സ്റ്റാൻഡപ്പ് ഇന്ത്യ ആണെങ്കിലും മുദ്ര ലോൺ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു പ്രോപ്പർട്ടിയുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതില്ലാത്ത ഭൂരിഭാഗം ആൾക്കാരാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ സ്ത്രീകൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ഇപ്പൊ കുടുംബശ്രീയുടെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് തുടങ്ങി ഒരു ഇയറിൽ തന്നെ പൂട്ടി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് പ്രോസസ്സ് വരുന്നതും ക്യൂൻസ് ബിസിനസ് ഗ്ലോബലിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതിൽ മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുത്താൽ അത് അവരുടെ ഓപ്പർച്യൂണിറ്റി കൂടിയാക്കി അവർക്കും സർവൈവ് ചെയ്യാം. അതായത് വിമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന
നമ്മൾ പറയുന്ന സ്ത്രീകൾ പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ആദ്യം. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയെ കരുതേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ഉം. ഒരു കൂട്ടായ്മയുടെ ഭാഗമായാൽ തീർച്ചയായിട്ടും ഇപ്പം എനിക്കൊരു 5000 പേരാണ് എൻ്റെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ മറ്റൊരാളെ ചേർത്ത് നിർത്തുമ്പോൾ അത് 10000 ആയി മാറും. ഉം. ഇനി എണ്ണം കൂടുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ബിസിനസ്സും വളരും, എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ബിസിനസ്സും വളരും. ഉം. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഉം. ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അതിലിപ്പോൾ 2500 പേരുണ്ട്. ഉം. ഞങ്ങൾ പരസ്പരം പർച്ചേസ് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാം, ഉം. പുറത്തുനിന്ന് ഒരാളില്ലെങ്കിലും. ഉം. അത് കൂടാതെ ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നമുക്ക് 2 പേജിലായിട്ട് 62,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവരെന്ന് പറഞ്ഞാൽ വെറുതെ കയറി ഗ്രൂപ്പിൽ സ്ത്രീകളെ ശല്യം ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനിരിക്കുന്ന ആൾക്കാരല്ല. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ കയറിയെന്ന് നമ്മുടെ ഇപ്പോൾ ഇവിടം തന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഷെറിൻ ഉൾപ്പെടെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ അതൊരു നമ്മളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സർവൈവൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റില്ല. അവരെ അതിന് അനുവദിക്കുന്ന സാഹചര്യങ്ങളായിരിക്കില്ല മിക്കവർക്കും ഉള്ളത്. അപ്പോൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അതെ. സന്ധ്യ ആയിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ബാക്കി പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? അതായത് ഞങ്ങൾ എവറി ഫ്രൈഡേ ഞങ്ങൾ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. അന്ന് സംരംഭകയുടെ ഫോട്ടോ, സ്വന്തം സംരംഭമായിരിക്കണം, സ്വന്തം പേരിലുള്ള സംരംഭമായിരിക്കണം, സംരംഭകയുടെ ഫോട്ടോ, അവർ വിൽക്കുന്ന 3 പ്രോഡക്ട്സിന്റെ ഫോട്ടോയും ഒരു ഡിസ്ക്രിപ്ഷനുമായിട്ട് ഞങ്ങൾ അവരെ ടീമിന്റെ ഉള്ളിലേക്ക് കയറ്റും. എന്നിട്ട് ഇവർക്ക് ഞങ്ങൾ ഗൂഗിൾ ഫോം കൊടുത്ത് ഇവരുടെ ഡേറ്റ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നാളെ എന്തെങ്കിലും നെഗറ്റീവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇവരുടെ ഡേറ്റ വേണമല്ലോ. അങ്ങനെ ഒരു ഡേറ്റാബേസ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ ഇവർക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് സെല് ചെയ്യാം. ഓക്കെ. അതിന് ശേഷം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്, എക്സിബിഷൻസ് നടത്താറുണ്ട്. 3 മാസം കൂടുമ്പോൾ നമുക്ക് എക്സിബിഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് സ്പോൺസർ ചെയ്യുന്ന സംരംഭകരുണ്ട്. ഒരു 500 രൂപയോ 1000 രൂപയോ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്പോൺസർ ചെയ്യും. അവർക്ക് ഈ 4 ദിവസം കൂടാതെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒരു 6 ദിവസത്തെ സെല്ലിങ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വാങ്ങുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ പറയാനുണ്ടെങ്കിൽ അവർക്ക് സൺഡേസ് അത് റിവ്യൂ ആയിട്ടിടാം. നമ്മൾ ഇവൻ നെഗറ്റീവ് റിവ്യൂവും അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ഇൻ കേസ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള നടപടി എടുക്കും. ഇപ്പം ഇത് ബയ്യറിന്റെ കയ്യിലാണോ സെല്ലറിന്റെ കയ്യിലാണോ മിസ്റ്റേക്ക് എന്ന് നോക്കി നമ്മളത് വിലയിരുത്തി 2 കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ റിട്ടേൺ കൊടുക്കണമെങ്കിൽ റിട്ടേൺ കൊടുക്കുക. അങ്ങനെ വളരെ സുതാര്യമായിട്ടാണ് പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടി എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. പിന്നെ ഞാൻ മാത്രമല്ല അവിടെ ലീഡ് ചെയ്യുന്നത്, എൻ്റെ കൂടെ 4 കോഫൗണ്ടേഴ്സ് ഉണ്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബ്ലസ്സി, രേണു, ശില്പ, വിദ്യ എന്ന് പറഞ്ഞിട്ട് 4 കോഫൗണ്ടേഴ്സ് കൂടിയുണ്ട്. അത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയാണ് ഈ ക്യൂൻ ബിസിനസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വരുന്നതും എത്ര നാളുകൾക്ക് മുമ്പാണ് അത് തുടങ്ങുന്നതും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? 3 വർഷം മുമ്പാണ് ഞാൻ തുടങ്ങുന്നത്. അതിലൊരു കീ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഒരു 10 വർക്ക് എനിക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ത്രെഡ് പെയിന്റിങ് വർക്ക് വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു 10 എണ്ണം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് മാനുവലി ചെയ്യാൻ പറ്റുന്ന വർക്കിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആ വർക്ക് വേറൊരു കുട്ടിക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ഇത് പാസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ സംരംഭകർ എന്ന് പറഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ പൂട്ടി പോകാത്ത ഒരവസ്ഥ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സർവൈവ് ചെയ്യാമല്ലോ എന്നൊരു തോട്ട് പ്രോസസ്സ്. ആ ഒരു ഇതിലാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 3 വർഷം മുന്നേ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 25 3 വർഷം മുൻപാണ് ഞാനിങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്ത്രീ സംരംഭകർക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിനെ ഭയപ്പെടാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു മാക്സിമം ഒരു 25 ആൾക്കാരെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഉച്ചയായപ്പോഴേക്ക് 100 കവിഞ്ഞു. അത് ഇപ്പോ 3 വർഷം പിന്നിട്ട് വെക്കുമ്പോൾ 2500 പേര്. അന്ന് ഞാനിത് തുടങ്ങിയ സമയത്ത് ഒബിയസ്ലി ആൾക്കാർ പെട്ടെന്ന് ഇത്രയും കയറി വരികയാണല്ലോ. അപ്പൊ അവരെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഒരു തോട്ട് പ്രോസസ് വന്ന സമയത്ത് ഞാൻ തന്നെ പിക്ക് ചെയ്ത ആളുകളാണ്. ബ്ലസ്സി ബെഹ്റിലാണുള്ളത്. ആള് സ്കിൽഡ് ആയിട്ടുള്ള ത്രെഡ് പെയിന്റിങ് ആർട്ടിസ്റ്റ് ആണ്. അവള് റീസെന്റ് ആയിട്ട് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്.
പിന്നെ ശില്പ, ആള് ഓൾറെഡി ആർട്ട് വർക്ക്സ് ചെയ്യുന്നതാണ്. പിന്നെ ചെറിയ ബിസിനസ്, റീസെല്ലിംഗ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഇവർക്ക് പിന്നെ രേണു ഒരു റെസ്യൂമെ മേക്കറാണ്. ആള് ദുബായിലാണുള്ളത്. അതുപോലെ വിദ്യ നേഴ്സിംഗ് പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട് ബുട്ടിക്ക് തുടങ്ങിയ ഒരാളാണ്. അപ്പൊ ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ഒരു സർവീസ് മെന്റാലിറ്റി ഉണ്ട്. ഒരു സെൽഫിഷ്നെസ് മാറ്റി നിർത്തി ഇവരെ എന്നോടൊപ്പം ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 പേരെ ഞാൻ ഒപ്പം ചേർത്തു. എന്നിട്ട് ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഞങ്ങൾ ഒരു വലിയ ടീമാണ്. ഞങ്ങൾ ലീഡേഴ്സിന്റെ അടിയിൽ മോഡറേറ്റേഴ്സ്, ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞിട്ട് 2 ടീമുണ്ട്. അതിൽ മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽസ്, 2 റീസെല്ലേഴ്സ് ഗ്രൂപ്പിലെ ഓൺ ബ്രാൻഡ് ഗ്രൂപ്പിലെ അപ്രൂവൽസ് അവരാണ് നോക്കുന്നത്. അത് ലീഡ് ചെയ്യാൻ പെർട്ടിക്കുലർ ആൾക്കാരുണ്ട്. പ്രിയ, നീതു, അങ്ങനെ കുറച്ച് ആളുകൾ, മിന്നു, അങ്ങനെ കുറച്ച് ആളുകൾ അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞിട്ട് ഇൻട്രോസ് ചെയ്യാൻ മാത്രം ഒരാഴ്ചയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ ആ ഇൻട്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വേറെ ടീമായി. അപ്പൊ ഇപ്പൊ ഇച്ചിരി കൂടെ റിലാക്സ്ഡ് ആണ്. അന്നൊക്കെ ഭയങ്കര പ്രഷർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. എല്ലാം ഓൺലൈൻ വഴിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പരസ്പരം കാണുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷൻ നടക്കുന്ന ടൈമിൽ അപ്പോഴും ചിലപ്പം ലീഡർഷിപ്പ് ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റില്ല. പക്ഷേ ഒബ്വിയസ്ലി നാട്ടിലുള്ള സംരംഭകര് നമ്മള് കാണുന്നത് ഈ ക്വാർട്ടർലി വരുന്ന എക്സിബിഷൻസിലാണ്. അത് മാത്രമല്ലാണ്ട് പുറത്തുള്ള ആളുകളും നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്. മൊത്തം അക്രോസ് ദ ഗ്ലോബ് ആൾക്കാരുണ്ട്. നമുക്ക് എല്ലായിടത്തുനിന്നും സംരംഭകരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ എക്സിബിഷന് ഇങ്ങനെ ക്വാർട്ടർലി ആണല്ലോ വരിക. 3 മാസം കൂടുമ്പോൾ. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള പാർട്ടിസിപ്പേഷൻ ആയിരിക്കും കൂടുതൽ. എങ്കിലും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. പിന്നെ കൊച്ചി ആണെങ്കിൽ കൊച്ചിൻ ബേസ്ഡ്. നമ്മൾ പൊതുവേ ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കട്ട്, ഇനി അതിന് പുറത്തേക്ക് നടത്തണം എന്നാണ് ആഗ്രഹം. അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ സന്ധ്യ ഇടയ്ക്ക് ഇങ്ങനെ വയ്യാതാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയിലും ഇത്രയും ആളുകളെ കൂട്ടിയിട്ട് ഈ സംരംഭം എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിന് എനിക്ക് നമുക്ക് പോസിറ്റീവ് മാത്രം കണ്ട് നമുക്ക് അതിനെ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് നമുക്കൊരു സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ചെറിയ ശരീരമുള്ള ആളായതുകൊണ്ട് തന്നെ ആസ് എ ലീഡർ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇവളാരാണ് ഞങ്ങളെ ഭരിക്കാൻ എന്ന് ഈ 2500 പേരിൽ അങ്ങനെ ചിന്തയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഉണ്ടായ അസുഖം വന്നത് നന്നായിന്ന് വരെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചാൻസ്. അതെ. അപ്പോ അങ്ങനത്തെ ഒക്കെ നമുക്ക് വരും. നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ വേർത്ത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതെല്ലാവരെയും ബോധിപ്പിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു കൺസെപ്റ്റ് നിർത്തി കഴിഞ്ഞാൽ 2500 സ്ത്രീകളുടെ സർവൈവൽ അവിടെ അഫക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നതിന് മേലെ അല്ല ഈ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് റൂമേഴ്സ് ഒന്നും. അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി കേട്ടിട്ട് കളയുക എന്നുള്ളതാണ്. നമ്മളോട് ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിയുമ്പം ഇങ്ങനത്തെ നെഗറ്റിവിറ്റീസ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നമ്മളെ അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. സന്ധ്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അധികം നെഗറ്റീവ് കമൻസുകളും ബോഡി ഷേവിങ് വളരെയധികം നേരിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു ടൈമിൽ അത് സർവൈവ് ചെയ്ത് വന്നത് കുറെ കാലങ്ങളായി. ഇപ്പോഴും അത് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അതിനെയൊക്കെ നേരിടുന്നത്? ഒന്നാമത്തെ കാര്യം സെൽഫ് ലവ്, സെൽഫ് വർത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു 2-3 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റിന്റെ പുറകെ പോവും, നമ്മൾ അവർക്ക് മറുപടി കൊടുക്കും. അങ്ങനത്തെ രീതിയിലാണല്ലോ. ഇപ്പോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തന്നെ അവരറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എന്ന് വിചാരിക്കും. ഇപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ നടന്നിങ്ങനെ റോഡിൽ കൂടി പോവാണ്. ഇപ്പോ ജസ്റ്റ് ഇപ്പം എന്റെ ദേശത്തൂടെ പോകുമ്പോഴാണെങ്കിൽ തലയെടുപ്പോട് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പം ആൾക്കാർക്ക് അറിയാം എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞൊന്ന് ചിരിക്കും, അല്ലെങ്കിൽ തല ഇങ്ങനെ കൊമ്പിടും. ആ റെസ്പെക്ട് ഉണ്ടല്ലോ, അത് കാണിക്കുന്ന മനുഷ്യർ തരുന്ന ആ ഒരു റെസ്പെക്റ്റിന് മേലെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ 2500 പേര് ഡെയിലി നമുക്ക് മെസ്സേജ് അയക്കും, ഞാൻ വളം വാങ്ങി, മാല വാങ്ങി, അച്ഛന് എന്താ പറയാ ഈ ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കാൻ പറ്റി, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ ഉണ്ടല്ലോ. ആ ബർത്തി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്ന ഓരോ നിമിഷവും എന്താ പറയാ ഭൂമിയിൽ വേർത്തി ആയിട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾക്ക് ഒരു ഗുഡ് ഫീൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന് മേലെ അല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഇപ്പൊ അഫക്ട് ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി കേട്ട് കളയാന്നുള്ളത്. എങ്കിലും ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സസ് കേരള, ഞാൻ ഈ ഒരു ബ്രേക്ക് ദ സ്റ്റീരിയോടൈപ്പ് കൺസെപ്റ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോക്ക്ഡൌണിൽ മിസ്സസ് കേരള പങ്കെടുക്കാൻ പോയത്.
അന്ന് മിസ്സസ് കേരളയുടെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാമറാമാൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ടേക്ക് മാറിയേക്ക്, കാറ്റ് വന്നാൽ മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ കയറാൻ നിൽക്കുക. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ സ്റ്റേജിൽ വന്നിട്ട് സെക്കൻഡ് റണ്ണർ ക്രൗൺ വെക്കുമ്പോൾ ആ ചേട്ടൻ എന്റെ നേരെ മുന്നിൽ വന്ന് നിൽക്കണ്ടായി. അപ്പൊ അതായിരുന്നു എനിക്ക് ഏറ്റവും വേർത്തി ആയിട്ട് ഫീൽ ചെയ്ത. പുള്ളിക്ക് ഞാൻ ആൻസർ കൊടുത്തല്ലോ. പുള്ളി എന്നോട് പറഞ്ഞതിന് ആൻസർ ഞാൻ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ എന്റെ ഗോൾ അതായിരുന്നു. എന്റെ ശരീരത്തിൽ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ മാറ്റി എന്റെ കഴിവുകളിലേക്ക് വിടുക എന്നുള്ളത്. അത് ഈ ഒരു 29 വർഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഈ അതിന്റെ ആ ഒരു അച്ചീവ്മെന്റ്സ് തരുന്ന മെസ്സേജും അത് തന്നെയാണ്. ഈ 29 വർഷം ഞാന് ഈ സെൽഫ് ലവ് എന്നൊരു കീ പോയിന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അസുഖം വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ആഗ്രഹത്തോടെ ജീവിക്കണം എന്ന് തോന്നിയതും എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും ദിവസം വൃത്തിയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഫീൽ വന്നത്. ആ ഒരു സെൽഫ് ലവ് ആണ് എന്നെ ഇപ്പോ ലീഡ് ചെയ്യുന്നത്. അന്ന് ആ ക്രൗൺ വിൻ ചെയ്തതിന് ശേഷം ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റിന്റെ ഒക്കെ മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. പറക്കാട്ടിന്റെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഗോ ഗ്ലോറിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള 1200 പേരിൽ സെലക്ട് ചെയ്തതിൽ ഞാൻ ലാസ്റ്റ് 16 വരെ എത്തിയിട്ടുണ്ട്. അത് നോൺ മലയാളീസും മലയാളീസും ഒക്കെ ഉള്ള ഒരുപാട് റൗണ്ട്സ് ഉള്ള, നമ്മള് ഒരു പേജന്റിൽ 25 പേര് കൂടെ മത്സരിക്കുന്ന പോലെ അല്ല 1200 പേരുടെ കൂടെ മത്സരിക്കുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയ അച്ചീവ്മെന്റും കോൺഫിഡൻസും ഒക്കെ തന്നിട്ടുണ്ട്. സന്ധ്യ ചെയ്ത ത്രെഡ് പെയിന്റിങ്ങുകൾ, മഞ്ജു വാര്യർ, സണ്ണി ലിയോൺ, ശൈലജ ടീച്ചർ, ഇവരുടെയൊക്കെ കൈകളിലിരിക്കുന്ന ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്കൊക്കെ അത് എത്തിച്ചു കൊടുത്തതും അവരുടെയൊക്കെ ആ ഇൻഫ്ലുവൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്? മഞ്ജു ചേച്ചിയുടേത് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആ സമയത്ത് ചെയ്തതായിരുന്നു. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൈ പിടിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സണ്ണി ലിയോണിൻ്റെത് ഒരു പ്രോജക്റ്റിന് വേണ്ടി മാം ഇവിടെ വന്ന സമയത്ത് 3 പിള്ളേരും സണ്ണി ലിയോണും കൂടി ഇരിക്കുന്ന ഒരു വർക്കായിട്ട് ചെയ്ത് മറ്റൊരാൾ കസ്റ്റമൈസേഷൻ തന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിന്ദു മിനിസ്റ്ററിന്റെയും ശൈലജ ടീച്ചറിന്റെ അങ്ങനെ തന്നെയായിരുന്നു. ബ്രാൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിന് വേണ്ടിയിട്ട് അവരുടെ ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഈവൻ സുരേഷ് ഗോപി, നമ്മുടെ ജയസൂര്യ, അതൊക്കെ ആ സ്റ്റാർട്ടിങ് സമയത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് ഭൂരിഭാഗവും വർക്കായിട്ട് വന്നു എന്നുള്ളത് ബ്ലെസ്സിങ് ആണ്. എനിക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു നമ്മൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മളുടെ ആ ഒരു സ്കില്ല് കൊണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ എനിക്ക് വന്ന ഓൾമോസ്റ്റ് എല്ലാ വർക്കും പെയ്ഡ് വർക്കാണ്. ഈവൻ സെലിബ്രിറ്റീസിന്റെ വരെ പെയ്ഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മളുടെ ഒരു ബ്രാൻഡ് വാല്യൂ നന്നായിട്ട് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു താഴേക്കടയിൽ നിന്ന് വന്നിട്ട് ഇത്രയധികം പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പുറകേക്ക് പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും? സൈബർ ബുള്ളിങ് റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ബോഡി ഷേമിങ് കമന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ അയക്കുന്ന മെസ്സേജുകൾ ഗ്രൂപ്പിൽ തന്നെ സ്ത്രീകൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സാമൂഹ്യ വിരുദ്ധരായ മനുഷ്യരെ അത് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഇടുക. അങ്ങനെ അന്ന് ആ നൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആരും സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡും കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ വലിയ തിരിച്ചറിവായിരുന്നു. അത് എന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. നമ്മൾ എന്ത് സാമൂഹികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിൽ ഇറങ്ങിയാലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാം. ഞാനൊരു റിയൽ ലീഡ് ആണ് എന്നത് എനിക്ക് ആ ഒരു ഇൻസിഡന്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പോഴും നമുക്ക് എന്താ പറയാ, ഒരു 2 സ്ത്രീകളെ നയിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഇടത്ത് 2500 പേരെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ, സ്ത്രീകൾ എന്ന് പറയുന്നില്ല, മനുഷ്യർ തന്നെ ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിട്ടല്ലേ, എല്ലാവർക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇടത്തുനിന്ന് വന്നിട്ട് ലീഡ് ചെയ്യുന്നതും ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാനില്ലാത്ത ഒരാള് വന്ന് ലീഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ചാലഞ്ച് ഉണ്ടാവും. പക്ഷേ അത് എൻഡ് ഓഫ് ദ ഡേ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാ എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ. ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദ ഡേ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ സർവൈവൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അവരെ നമുക്ക് അനാഥരാക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക്, MSME പ്രോജക്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 99% ആൾക്കാർക്കും ഇപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് എടുത്തു, 20,000ന്റെ സ്റ്റോക്ക് എടുത്തു, അത് വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോഫിറ്റ് എടുത്ത് അടുത്ത സ്റ്റോക്ക് എടുക്കാം എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഓൺലൈനിൽ ഇവർ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാവരും ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് അവരവരുടെ ബ്രാൻഡിന്റെ. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റോൾ ചെയ്യാൻ കാശ് കിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ 99% ആൾക്കാർക്കുണ്ട്. ഓർഡേഴ്സ് ഇല്ലാത്തല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് റോൾ ചെയ്യാൻ കാശ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മാഗസീൻ വന്നിട്ട് ബ്രാൻഡ് ചെയ്യണം, ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവന്റ് ചെയ്യാം, നിങ്ങൾക്ക് സമ്മാനം തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോ പറയേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നോ പറയേണ്ടി വരും. അവർക്കൊരു സ്റ്റേജ് കിട്ടില്ല, അവർക്ക് അവാർഡ് കൊടുക്കാൻ ആരുമില്ല. അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇടത്താണ് ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ ഇമ്പോർട്ടന്റ് ആവുന്നത്. നമ്മള് 99% ആണെങ്കിലും ഇപ്പോൾ ഒരു അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉയർച്ചയെ അവരെ അഭിനന്ദിക്കുന്നതൊക്കെ ആയ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്തും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ ആൾക്കാരെ സ്റ്റേജിലിരുത്തി അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അവർക്ക് തന്നെ സമ്മാനം കൊടുത്ത് അവരെ തന്നെ ബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ് നടക്കുന്നത്. അതല്ലാതെ ഇത്തരം സ്ട്രഗിൾ ചെയ്ത് ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് ഒരു വർഷം കൊണ്ട് ഒരു 10,00,000 രൂപ ഉണ്ടാക്കിയ ഒരു സ്ത്രീയെ വിളിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ വിളിക്കാം. ഇപ്പൊ 1,00,000 രൂപ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് 1,00,000 രൂപയുടെ സ്റ്റോക്ക് എടുക്കാം. മറ്റേ കൂട്ടരെന്ന് പറഞ്ഞാൽ 1,00,000 ഒന്നും അല്ല അവർക്ക്, അതുകൊണ്ട് അതിനേക്കാളും ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ജെന്യൂൻലി ഈ ഒരു ഇങ്ങനെ അവാർഡ് നൽകപ്പെടേണ്ട, റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ആൾക്കാരെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. റിയൽ സ്ത്രീ ശാക്തീകരണം ഒന്നും സംഭവിക്കുന്നില്ല. സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു ബേസിൽ ഒരുപാട് ആൾക്കാരെ ബ്രാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ റിയൽ ശാക്തീകരണം ഒന്നും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സ്വയം വിമർശനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്തരം വിമർശനങ്ങളൊക്കെ ആയാലും കൈകാര്യം ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? ചില സമയത്ത് പൊട്ടിത്തെറി രീതിയിലാണ് കൈകാര്യം ചെയ്യാറ്. അത് ചിലത് ഇഗ്നോർ ചെയ്ത് കളയും. ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പ്രതികരിക്കണം എന്ന് മാൻഡേറ്ററി ആയിട്ട് തോന്നുന്ന ഇടങ്ങളിൽ പ്രതികരിക്കാതിരിക്കാനും പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അങ്ങനെ കൂടുതലും ഒരു 90% അപ്രീസിയേഷൻ ആണ് വരാറുള്ളത്. ഒരു 10% ആണ്. അതിലും തന്നെ ക്രിറ്റിസിസംസ്, നല്ല ക്രിറ്റിസിസംസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലാത്തത് നമ്മൾ റിജക്ട് ചെയ്ത് സൈലന്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്ന കേസുകളും ഉണ്ട്, അല്ലാതെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അഹങ്കാരിയായ സ്ത്രീ, അങ്ങനെയൊക്കെ കുറെ ടൈറ്റിൽസ് കിട്ടും. പക്ഷെ അത് പറയേണ്ടത് പറയാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 99% സ്ത്രീകളും റെസ്പോണ്ട് ചെയ്യാൻ പേടിയുള്ള, എസ്പെഷ്യലി ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് അവരെ അത് ഹരാസ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ജാക്ലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം കോൾ ചെയ്തിട്ട് ഈ പൊട്ടിത്തെറി പോസ്റ്റുകളിലൂടെയാണ് സന്ധ്യ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്ര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കുറെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഇതൊരു ധാർഷ്ട്യമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഇൻബോൺ ആയിട്ട് ഒരാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ നമ്മള് മറ്റുള്ള ആൾക്കാര്, പൃഥ്വിരാജ് ഇടയ്ക്ക് പറഞ്ഞ പോലെ, എനിക്ക് ചിരിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ എന്തിനും ഒരു ക്രൗഡിനെ നോക്കി ചിരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളായിരിക്കുക, ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം ചേർന്ന് വരുന്നതാണ് തോന്നുന്നത്. സന്ധ്യ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടാണ് ജീവിതത്തെ നോക്കി കാണുന്നത്. എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി കിട്ടുന്നത്? സന്ധ്യയുടെ അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബോൾഡാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അഹങ്കാരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ പോസിറ്റീവ് മൈൻഡ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഞാൻ ആ ഡോക്ടർ എന്നെ അഡ്വൈസ് ചെയ്ത സമയത്ത് ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞ ആ ഒരു സമയം മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാനത് ദേഷ്യം പ്രകടിപ്പിക്കാൻ അവിടെ തന്നെ ക്ലോസ് ചെയ്യുക. അതുപോലെ സങ്കടം വന്നാൽ കരഞ്ഞു തീർക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതികരിക്കണം തോന്നിയാൽ പ്രതികരിച്ച് തീർക്കുക. അങ്ങനെ ആ ഒരു ഓരോ ഇമോഷൻസും പ്രകടിപ്പിച്ചാണ് കടന്നു പോകുന്നത്. പിന്നെ നെഗറ്റീവ് ആളുകൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ്, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെങ്കിൽ ഒരു 12K ഫോളോവേഴ്സ് ആണ് എനിക്ക് ഫേസ്ബുക്കിലുള്ളൂ.
മറ്റേ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്, അവർക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, പേഴ്സണൽ സ്പേസിൽ അത് ഞാൻ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ മാത്രം, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മാത്രം, നമുക്ക് വന്നൊരു നെഗറ്റീവ് പറയാത്ത ആൾക്കാരെ മാത്രം ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്ത് മാനുവലി ഒരുപാട് എഫേർട്ട് ഇട്ട് ഫിൽട്ടർ ചെയ്തെടുത്ത പ്രൊഫൈലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും അപ്രീസിയേഷൻസ് ആണ് വരാറുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കളയും. ശൈലജ ടീച്ചറിന്റെ കൂടെയൊക്കെ ഒരുപാട് ബിസിനസ് ഇവന്റുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പൊതുവേ എല്ലാ എന്താ പറയുക, രാഷ്ട്രീയക്കാരും നമ്മളുടെ എല്ലാ ഇവന്റ്സിനും സപ്പോർട്ടാണ്. നമ്മുടെ നെക്സ്റ്റ് ഇവന്റ് നടക്കാൻ പോകുന്നത് തൃശ്ശൂർ വെച്ചാണ്. ചിഞ്ചുറാണി മിനിസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനു മുന്നേ അനിൽ സാർ ആണെങ്കിലും രാജീവ് സാറാണ് നമ്മുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്. ഈവൻ ഹൈബീഡനാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എല്ലാ ആളുകളും, സ്ത്രീകൾ, സ്ത്രീ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. കാരണം അവർക്ക് ഇത്രയും സ്ത്രീകളെ തിരഞ്ഞുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് പാടുള്ള പരിപാടിയാണ്. ആകെ ഉള്ളത് ഒരു കുടുംബശ്രീ ആയിരിക്കും. കുടുംബശ്രീ പരമായ ഇവന്റ്സ് ആണ്. അല്ലാതെ ഈ ബിസിനസ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടായ്മ വളരെ വെൽക്കമിങ് ആയിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് അവൈലബിൾ ആണ്. MSMEയിലാണെങ്കിലും ഇത് വ്യവസായ വകുപ്പിന്റെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയില്ല. നമ്മൾ നടന്നു ചെന്നാൽ അതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു മടി, കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, എല്ലാം സ്പൂൺ ഫീഡ് ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ എക്സിബിഷൻ തന്നെ റീഇംബേഴ്സ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ തൃശ്ശൂർ എക്സിബിഷൻ MSMEയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പൊ അതിനാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ഇത്തരം ആക്ടിവിറ്റികളിൽ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ പോക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഈ തീരെ കുറച്ച് കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും കടത്തിലേക്ക് പോവാതെ ഗവൺമെന്റിന്റെ എന്തൊക്കെ പ്രോജക്ട്സ് നമുക്ക് ഇതിന് സപ്പോർട്ടായിട്ട് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തി അതിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. നമുക്ക് വ്യവസായ വകുപ്പിന്റെ സെഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് എടുത്തു തരാറുണ്ട്. ഈ വരുന്ന എക്സിബിഷനിലും നമുക്ക് സെഷൻസ് എടുക്കാനായിട്ട് ആള് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്തിരുന്നില്ല എന്ന് പരാതി പറയുന്നതിന് പകരം നമുക്കുള്ള ബെനിഫിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാതെ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നതിന് പകരം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക്, അറിവ് നേടുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം ആണ് ഇവിടെ ഉള്ളതെന്നാണ് സന്ധ്യ പറയുന്നത്. അതെ, അന്തരീക്ഷമുണ്ട്. എന്നാലും ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുപാട് സംഘടനകളുണ്ട്. അതില് മിക്ക സ്ത്രീ സംഘടനകളിലും 40,000 50,000 രൂപ കൊടുത്തു വേണം മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ. എല്ലാം ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ പോലെ ഫ്രീ അല്ല. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഒരു മെജോറിറ്റി ആളുകൾക്ക് ഇവിടെ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു റെക്കഗ്നിഷൻ കിട്ടണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ തന്നെ ഇപ്പൊ ക്യൂൻസി തന്നെ ഞങ്ങൾ അവാർഡ് ഫങ്ഷൻസ് വെച്ചിട്ട് മുന്നോട്ട് പോവാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചപ്പോഴും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത് ഒരു അപ്രീസിയേഷൻ ഇല്ലെങ്കിൽ പോലും എൻഡ് ഓഫ് ദ ഡേ കാശാണ് വേണ്ടത്. അപ്രീസിയേഷൻ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ കൂടുതൽ നല്ല മികച്ച സംരംഭകരായിട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സ്പോൺസേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എക്സ്റ്റേണൽ സ്പോൺസേഴ്സിനെ കിട്ടാൻ സാധ്യതയുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള സർവൈവൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പം മറ്റു ഒരുപാട് സംരംഭങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അവിടുന്ന് ഇങ്ങനെ ഒരു സ്ത്രീ കൂട്ടായ്മ അത് ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിനോടുള്ള ഈ മറ്റ് വ്യവസായ സംരംഭങ്ങളിലുള്ള ആളുകളുടെയൊക്കെ ഒരു റിയാക്ഷനും അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പോ വ്യാപാര വാണിജ്യ വകുപ്പ് ഒരു വ്യാപാരികളുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും ഞാനില്ല. എൻ്റെ കൂടെയുള്ള മിക്ക സ്ത്രീകളും ഇല്ല. കാരണം ഇത് ചിലപ്പോൾ ഓൺലൈൻ സെല്ലിങ് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. നമ്മൾ സർവൈവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് മനസ്സിലാകാത്ത ഒരുപാട് ജെൻഡർ വ്യത്യാസം ഇല്ല കേട്ടോ ഇതില്. കേരളത്തിലെ ബിസിനസ്സുകൾ മിക്കവാറും പൂട്ടിപ്പോകുന്നത് ഇപ്പോൾ ഓൺലൈനിൽ ആണ് കൂടുതൽ സെല്ലിംഗ് എങ്കിൽ നമ്മളും ഓൺലൈൻ പഠിച്ച് മുന്നോട്ട് വരണം എന്നല്ല ആളുകൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ തന്നെ ഇരിക്കും, ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർ ആ ബിസിനസ് പൂട്ടണം എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ എന്ന് വിചാരിക്കുന്നതിൽ ലോജിക്കില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാലഘട്ടം 2025 ഇനി
നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഇത് പഠിപ്പ് മാത്രമുള്ള എത്രയോ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ ഓരോ ചെറിയ ചെറിയ ഷോപ്പിലുള്ള ആളുകളും ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മൊബൈൽ യൂസ് ചെയ്യാനും ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനും നമ്മൾ ഇപ്പം സർവൈവ് ചെയ്യുന്നവരുടെ സർവൈവൽ നശിപ്പിക്കാനല്ലാതെ അത് നന്നായിട്ട് ഇതൊക്കെ പഠിച്ച് നമുക്കും അതുപോലെ സർവൈവ് ചെയ്യാം. ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ള കൺസെപ്റ്റിലൊക്കെ ഓടുന്ന സംഘടനകൾ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഘടനകളിൽ മിക്കവരും ഇല്ല. ഈ പറഞ്ഞ പോലത്തെ സമരങ്ങളൊക്കെ ഓൺലൈൻ നിർത്തണം എന്നൊക്കെ പറയുന്ന പോലുള്ള സമരങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊരു വലിയ തിരിച്ചടിയല്ലേ ഉണ്ടാവുന്നത്? പക്ഷേ അതൊന്നും വലിയ ഈ പറയുന്ന പോലെ ഇവര് ഫൈറ്റ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വലിയ വലിയ വമ്പൻ ടീംസിന്റെ അടുത്താണ്. അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അതൊന്നും ക്ലോസ് ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാവണ്ട എന്നുള്ളതാണ്. പിന്നെ എത്ര ഓൺലൈൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഓഫ്ലൈൻ ബിസിനസ്സും ഒരു ബാക്കപ്പ് പ്ലാനും നമുക്ക് വേണം. നാളെ ഫേസ്ബുക്ക് പൂട്ടിപ്പോയാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് പൂട്ടിപ്പോയാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഒരു ബിസിനസ്സുകാരിക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാരന് അത്യാവശ്യമാണ്. എങ്കിലും ഉള്ള ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മെറ്റ പോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. കാരണം എല്ലാ ബിസിനസ്സിനും ഒരു 3 ഇയർ ഈ പറയുന്ന പോലെ ഒരു ട്രയൽ റൺ ഉണ്ട്. പിന്നെ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംരംഭകരെ ചുറ്റും കാണുമ്പം എല്ലാവർക്കും സംരംഭം ചെയ്യണം. അപ്പൊ ഇവർ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഉള്ള ജോലി പെട്ടെന്ന് ക്വിറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യും. അപ്പൊ ബിസിനസ്സിൽ ഒരു മാർക്കറ്റ് പിടിക്കാനും സർവൈവ് ചെയ്യാനും ഒരു മിനിമം ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ ഇവരുടെ ഈ ഇൻകം സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ ആവേശത്തിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ജോലിയിലേക്ക് കയറിയ ഒരുപാട് ഇവൻ ഗ്രൂപ്പിൽ തന്നെ 5-6 പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംരംഭകർ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ജോലിയോടൊപ്പം ഓൺലൈൻ സംരംഭം ഒരു 6 മാസം 1 വർഷമോ റൺ ചെയ്യാം. അതിൽ ഈ പറയുന്ന ഇപ്പൊ കിട്ടുന്ന ഇൻകം ത്തിനോളം അടുപ്പിച്ച് അല്ലെങ്കിൽ അതിന് മേലെ ഇൻകം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മറ്റേത് അതും ഇല്ല ഇതും ഇല്ല എന്ന് വരുമ്പോൾ അത് പൂട്ടിയിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. കൂടുതൽ മെസ്സാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. ഇപ്പൊ എല്ലാരെയും സംരംഭകരുണ്ട് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഉള്ളതും കൂടി കളഞ്ഞിട്ട് അതിലേക്ക് ചാടണമെന്ന് ഞാൻ പറയില്ല. അല്ലാതെ നമ്മൾ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി അത് ഏത് ബിസിനസ് ഇപ്പൊ ക്യൂബിജിലാണെങ്കിൽ എന്തെങ്കിലും ഒരു 10,000 രൂപ കൊടുത്തൊരു സാധനം നിങ്ങൾ വാങ്ങിക്കുകയാണ് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രയൽ റൺ ചെയ്യാൻ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ഞങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ട്രയൽ റൺ ചെയ്യാം. അവിടെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു നല്ലൊരു ഇൻകം വന്നു തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇത്രയും കാലത്തെ ഒരു സംരംഭക ജീവിതമാണ് ഒത്തിരി കാലമായി തുടങ്ങിയിട്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും മനസ്സിനെ സ്പർശിച്ച എന്തെങ്കിലും ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ പറയുന്ന പോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് തൃശ്ശൂർ എക്സിബിഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോൾസ് ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം 35ാമത്തെ കണ്ട സ്റ്റോളിലൊരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി ക്രൗഡ് കുറവാണെന്ന് പറഞ്ഞിട്ട് എൻട്രൻസിന്റെ അവിടെ ഡെസ്ക് തിരിച്ചിട്ടിട്ട് ഫ്രണ്ടിലേക്കായിരുന്നു. അപ്പോൾ ഓടി വരുമ്പോൾ ആ ചേച്ചിയുടെയാണ് ഫസ്റ്റ് സ്റ്റോൾ. അപ്പൊ 1ാമത്തെ സ്റ്റോളിൽ ഫസ്റ്റ് പേയ്മെന്റ് തന്നിരിക്കുന്ന ആൾക്കാർ ഒബ്വിയസ്ലി മണ്ടന്മാരാവില്ല. അപ്പൊ ഞാനിങ്ങനെ ആ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് ചെയ്യുന്ന തെറ്റാണ്, ചേച്ചി ഇവിടെ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു, നീ ഒരു പീക്കിരി പെണ്ണ്, നീ ആരാ എന്നോട് ഇവിടുന്ന് മാറിയിരിക്കാൻ പറയാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഷൗട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പോട്ടെ മോളെ ഒന്ന് പറയാൻ നിൽക്കണ്ട, പുള്ളിക്കാരി ഭയങ്കര വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര ഹേർട്ട് ഫീൽ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. എങ്കിലും അത് ഒരു പോസിറ്റീവ് ഇതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്ത് വായിപ്പിക്കാൻ തുടങ്ങി. ഈ സീറ്റുകൾ മാറിയിരിക്കാൻ പാടില്ല. അതൊക്കെ നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പോസിറ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സംരംഭകർ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് വന്നത്, എന്നിട്ട് കരഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി നമുക്ക് മെസ്സേജ് വരും, ഞാൻ കമ്മല് വാങ്ങിച്ചു, മാല വാങ്ങിച്ചു. അങ്ങനെ ഡെയിലി ലൈഫിൽ ഫുൾ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരാം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നേരത്തെ ആദ്യം പറഞ്ഞ പോലെ അച്ഛൻ റോഡ് സൈഡിൽ ബിസിനസ് നടത്തി വന്നിട്ട് മകളായിട്ട് ഇത്രയും വലിയൊരു സംരംഭം വീട്ടിൽ അച്ഛന് സഹായം പോലെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇത് മോളുടെ ഈ വിജയത്തിന് കാണുന്നത്? എങ്ങനെയാണ്?
ആ, ആള് ഭയങ്കര പ്രൗഡാണ്. ഉം. പിന്നെ ആൾക്ക് 2 ഷോപ്പുണ്ട്. പൂജപ്പുര സിയ കർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഉം. 2 ഷോപ്പുണ്ട്. സിയ കർട്ടൻസ് എന്നുള്ള പേരിൽ ചേച്ചിക്കും ഉം. ഷോപ്പുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോ അച്ഛന് ഭയങ്കര അഭിമാനമാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തി കൊണ്ടുപോകുന്നു. ആ. പിന്നെ അച്ഛൻ തന്നെ സജഷൻസ് പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാല്, ഞാൻ അച്ഛന്റെ ബിസിനസ് ബേസ്ഡ് ആയിട്ടാണ് സാധനങ്ങൾ എടുത്തത് ലോണ് കിട്ടിയപ്പോൾ. ഓക്കെ. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ലോണ് കിട്ടി. ഉം. അപ്പൊ അച്ഛന്റെ ബിസിനസ് നോക്കിയിട്ട് ഞാൻ കുറച്ച് മാറ്റ്സ്, റോൾ മാറ്റ്സ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് എടുത്തു. ഉം. അതെനിക്ക് ശരിക്കും ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഉം. ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് ഷോപ്പ് ഉള്ളതുകൊണ്ട് അച്ഛൻ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എനിക്ക് അവിടെ ഒരു അഡ്വൈസ് പറയാനുള്ളത്, നമ്മളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ അസറ്റ് മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഉം. എന്നിട്ട് അത് നമ്മൾ വിറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രോഡക്ട്സിനാണ് ഡിമാൻഡ് ഉള്ളത്. ആ ഡിമാൻഡ് ഉള്ള പ്രോഡക്ട്സ് വേണം നമുക്ക് ബാക്കി പൈസ കൊണ്ടിട്ട് നമ്മൾ പിന്നീട് ഇറക്കി കൂടുതൽ സ്റ്റോക്ക് എടുക്കാനുള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ ആ ഒരു ഐഡിയയില് ബ്ലൈൻഡ് ആയിട്ട് ചെയ്ത് വന്നതിന്റെ നെഗറ്റീവ്സും എനിക്ക് വന്നിട്ടുണ്ട്. ഉം. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചു. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് റോൾ ചെയ്യാൻ അറിയാം. എന്റെ ഈവൻ നോർത്ത് ഇന്ത്യൻസ് എന്താ പറയാ വെൻഡേഴ്സ് വരെ എനിക്ക് ക്രെഡിറ്റ് തരും. ക്രെഡിറ്റ് വെച്ച് റോൾ ചെയ്യാൻ അറിയാം. അപ്പൊ ഈ ക്രെഡിറ്റ് കിട്ടി തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കൺവിൻസ് ചെയ്ത് നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു 50 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് തരുമ്പോൾ ഒരു 20 രൂപ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അത് വിറ്റ് തീർക്കുന്ന സമയം കൊണ്ട് ബിൽ ടു ബില്ല് നമുക്കത് ഉം. പേ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മോൾ ബിസിനസ് ഓൺടർപ്രണേഴ്സിന് ഈ 2 കീ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉം. ഒരു ലോൺ എടുത്താൽ ഫുൾ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ സാധനവും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഡെഡ് സ്റ്റോക്ക് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ പകുതി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ മാക്സിമം ക്രെഡിറ്റിൽ റൺ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കടം വാങ്ങി സ്റ്റോക്ക് എടുത്ത് കൂട്ടി അത് കടം തിരിച്ചു വെക്കാതെ സ്വർണം ഒക്കെ വെച്ചിട്ട് പണയം വെച്ചിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകുന്നതിന് പകരം ക്രെഡിറ്റ് എടുത്ത് ബിൽ ടു ബില്ല് റോൾ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ. സന്ധ്യയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അത് എവിടെയാണുള്ളത്? കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് ഷോപ്പ് ഉള്ളത്, ഔട്ട്ലെറ്റ് ഉള്ളത്. ഓക്കെ. അപ്പൊ സന്ധ്യയെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധനങ്ങൾ വാങ്ങാനും ഒന്നെങ്കിൽ ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ ക്യൂൻസ് ബിസിനസ് ഗ്ലോബലിന്റെ QBG ഓൺ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉം. ഒരു പേജ് ഉണ്ട് ആ. ഫേസ്ബുക്കിൽ. അതൊരു പ്രൈവറ്റ് പേജ് ആണ്. സ്ത്രീകളുടെ നമ്പർ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ റിക്വസ്റ്റ് ചെയ്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 2500ഓളം സ്ത്രീകളുടെ പ്രോഡക്ട്സ്, ഉം. അതൊരു മിനി ഫ്ലിപ്കാർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ. മിഷണറീസ് ഒഴിച്ച് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഉം. അപ്പൊ അതും നമുക്കൊരു റൂളുണ്ട്, കൊള്ള ലാഭം പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഉം. അപ്പൊ നമുക്ക് ന്യായമായ മാർജിനിലോട് കൂടെ മാത്രമേ അതിൽ സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡയറക്ട് ഡീലേഴ്സിന്റെ നിന്നുള്ള പ്രോഡക്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും ഇത്രയും വലിയൊരു സംരംഭം അത് ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഭാവിയിലും ഇത് വലിയ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതെ അതെ, ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പതുക്കെ ഫ്രാഞ്ചൈസീസ് കൊടുത്ത് ഒരു ഓൾ കേരള ഔട്ട്ലെറ്റ് ആക്കി മാറ്റണം എന്നൊക്കെയാണ് വലിയ വലിയ ഗോൾസ് ആണുള്ളത്. അതെ. അതിന്റെ പുറകെയാണ് ഞങ്ങൾ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.